أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اتقوا الله عباد الله. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ച സൃഷ്ടാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും പരമാവധി പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട്, പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നാം ജീവിതത്തിൽ അനുഷ്ഠിക്കുന്ന മുഴുവൻ സൽക്കർമ്മങ്ങളും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. മരണസമയത്ത് കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരണപ്പെടുന്ന യഥാർത്ഥ മുവഹ്ഹിദീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ, സാലിഹീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മുടെ സമൂഹത്തിലൊക്കെ ഏറെ ചർച്ച നടക്കുന്ന ഒരു മാസത്തിലേക്കാണ്, അതായത് റബീഉൽ അവ്വലിലേക്കാണ് നമ്മൾ പ്രവേശിക്കാനിരിക്കുന്നത്. പലരും പ്രവാചകനെ സ്നേഹിക്കുന്നതും ആ പ്രവാചകനെ ഓർക്കുന്നതും ഒരു പക്ഷേ വർഷത്തിൽ ഈ ഒരു മാസം കടന്നു വരുമ്പോൾ മാത്രമാണ്. നമുക്കറിയാം, സോഷ്യൽ മീഡിയകളൊക്കെ തുറന്നു കഴിഞ്ഞാൽ പുണ്യ റബീഇന് സ്വാഗതം, അതല്ലെങ്കിൽ ഇല്ലാത്ത ഓരോ മഹത്വങ്ങളൊക്കെ പറഞ്ഞ് പല ആളുകളൊക്കെ സ്റ്റാറ്റസ് വെക്കുന്നു. അത്തരത്തിലുള്ള മെസ്സേജുകളൊക്കെ മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ മുഹറം, റജബ്, ദുൽഖഅദ, ദുൽഹിജ്ജ ഈ മാസങ്ങൾക്കൊന്നും ഇല്ലാത്ത പവിത്രതയടക്കം ഈ ആളുകൾ ഇതിന് കാണുന്നു എന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ സഹോദരങ്ങൾ, നമ്മൾ തെറ്റിദ്ധരിച്ചു പോകാതിരിക്കാൻ, അത്തരം കാര്യങ്ങളിലൊന്നും അകപ്പെട്ടു പോകാതിരിക്കാൻ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കണം? അതുപോലെ തന്നെ റബീഉൽ അവ്വൽ മാസത്തിൽ നടക്കുന്ന ബിദ്അത്താകട്ടെ, കുഫ്റാകട്ടെ, ശിർക്കാകട്ടെ, മറ്റുള്ള അനാചാരങ്ങളാകട്ടെ, നമുക്കതിൽ നിന്ന് നമുക്കും നമ്മുടെ കുടുംബത്തിനൊക്കെ ഒഴിഞ്ഞു മാറേണ്ടതുണ്ട്. അതുകൊണ്ടാണ് മുന്നോടിയായി ഈ വിഷയം പറയാൻ ആഗ്രഹിക്കുന്നത്. ഇസ്ലാമിക ചരിത്രത്തിൽ 3 പ്രധാന സംഭവങ്ങൾ നടന്ന മാസമാണ് റബീഉൽ അവ്വൽ. അതിലൊന്ന് മീലാദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ ജന്മദിനം. പ്രവാചകൻ ജനിച്ചത് റബീഉൽ അവ്വലിലാണ്. രണ്ടാമത്തേത് വഫാത്തുൻ നബി, പ്രവാചകൻ മരണപ്പെട്ടതും റബീഉൽ അവ്വലിലാണ്. 3 ഹിജ്റത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ ഹിജ്റ നടന്നത്. ഈ 3 കാര്യങ്ങൾ സംഭവിച്ച മാസമാണ് റബീഉൽ അവ്വൽ. നോക്കൂ നിങ്ങൾ, ലോകാവസാനം വരെ സമൂഹം ഓർക്കേണ്ടവരും പിന്തുടരപ്പെടേണ്ടവരും സ്നേഹിക്കപ്പെടേണ്ടവരുമാണ് അള്ളാഹു ലോകത്തേക്ക് നിയോഗിച്ച പ്രവാചകന്മാർ. അതിലൊരു വിശ്വാസി ജീവനേക്കാൾ ഏറെ സ്നേഹിക്കേണ്ട വ്യക്തിത്വമാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ആ പ്രവാചകനെ സ്നേഹിക്കാത്തവൻ, ഓർക്കാത്തവൻ, ആ പ്രവാചകന്റെ സുന്നത്തിനെ ഇത്തിബാ ചെയ്യാത്തവൻ ഒരിക്കലും വിശ്വാസിയാകുകയില്ല. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം. ആ പ്രവാചകനെ നമ്മിലേക്ക് നിയോഗിച്ചു എന്നത് ഈ ഉമ്മത്തിന് അല്ലാഹു ചെയ്ത വലിയ ഒരു നിഅമത്താണ്. ആ പ്രവാചകനെ ഈ ഉമ്മത്തിലേക്ക് നബിയായി അല്ലാഹു നിയോഗിച്ചത് നമുക്ക് അല്ലാഹു നൽകിയ റഹ്മത്താണ്. നോക്കൂ, ആരായിരുന്നു ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ? വെളുവെളുത്ത സൽമാനുൽ ഫാരിസി റളിയല്ലാഹുവിനെയും കറുകറുത്ത ബിലാൽ റളിയല്ലാഹുവിനെയും ഒരേ നിരയിൽ അണിനിർത്തിക്കൊണ്ട് വർണ്ണവിവേചനം പാടില്ല എന്ന് ലോകത്തെ പഠിപ്പിച്ച പ്രവാചകൻ.
മാതാപിതാക്കളെ ഒരു വാക്കുകൊണ്ട് പോലും നിങ്ങൾ വിഷമിപ്പിക്കരുത്, അവരോട് ചേ എന്ന വാക്ക് പോലും പറയരുത്, അവരാണ് നിന്റെ സ്വർഗവും നരകവും തീരുമാനിക്കുന്നതെന്ന് പഠിപ്പിച്ച അധ്യാപകൻ. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ച് ആഹാരം കഴിക്കരുതെന്നും കറിയിൽ വെള്ളം ചേർത്തിട്ടാണെങ്കിലും നിന്റെ അയൽവാസിക്ക് നീ കൊടുക്കണമെന്ന് പറഞ്ഞ കാരുണ്യത്തിന്റെ പ്രവാചകൻ. കട്ടത് എന്റെ മകൾ ഫാത്തിമയാണെങ്കിലും കൈ മുറിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ നീതിമാൻ. മരിച്ചത് നമ്മുടെ ജാതിയിൽപ്പെട്ട കുഞ്ഞല്ല എന്ന് ഒരു അനുയായി പറഞ്ഞപ്പോ കുഞ്ഞുങ്ങൾക്ക് എന്ത് ജാതി എന്ന് പറഞ്ഞ് അനുയായിയെ ശകാരിച്ച പ്രവാചകൻ. നിനക്ക് നിന്റെ മതം, എനിക്ക് എന്റെ മതം, മറ്റുള്ള മതങ്ങളെ ആക്ഷേപിക്കരുതെന്നും അവരുടെ ആരാധനാലയങ്ങൾ തകർക്കരുതെന്നും പഠിപ്പിച്ച കാരുണ്യത്തിന്റെ പ്രവാചകൻ. ശാരീരികമായും മാനസികമായും പ്രവാചകന് ഉപദ്രവിച്ച ശത്രുക്കളെ മുന്നിൽ കിട്ടിയപ്പോ അവരറിയാത്ത ജനതയാണ്, അവർക്ക് പുറത്തു കൊടുക്കണമെന്ന് പറഞ്ഞ പ്രവാചകൻ. പള്ളിയിൽ മൂത്രമൊഴിച്ച അറാബിയെ ചീത്ത പറയാതെ മാന്യമായ വാക്ക് പറഞ്ഞ് മടക്കി അയച്ച പ്രവാചകൻ. വർണ്ണനകൾ ഏറെയാണ് ആ പ്രവാചകനെ പറ്റി. സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും നമുക്ക് ഇത്തിബാ ചെയ്യാൻ പറ്റുന്ന ഒരു റോൾ മോഡൽ ഉണ്ടെങ്കിൽ അത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എന്നാൽ ഇന്ന് നമ്മുടെ മക്കളെയൊക്കെ റോൾ മോഡൽ ആരാ? ഏതെങ്കിലും നല്ല പ്ലേയേഴ്സ്, കളിക്കാരായിരിക്കും, അതല്ലെങ്കിൽ ഏതെങ്കിലും ആക്ടേഴ്സ് ആയിരിക്കും, സെലിബ്രിറ്റികളായിരിക്കും. അവരെങ്ങനെയാണോ അവരുടെ ഹെയർ സ്റ്റൈൽ കീപ്പ് ചെയ്യുന്നത്, എങ്ങനെയാണ് അവർ വസ്ത്രം ധരിക്കുന്നത്, ഏത് രൂപത്തിലാണോ ആളുകളുമായി അവർ പെരുമാറുന്നത്, അതേ രൂപം സ്വീകരിക്കുന്ന, അവരെ റോൾ മോഡലാക്കുന്ന ഒരു ആധുനിക യുവത്വത്തെ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ നമ്മുടെ റോൾ മോഡൽ ആരെന്നറിയോ? അള്ളാഹിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ കാര്യങ്ങൾക്കും റോൾ മോഡലാക്കേണ്ടത് പ്രവാചകനെയാണ്. ആ പ്രവാചകനെ കുറിച്ചാ പറഞ്ഞത്. ആ പ്രവാചകനെ നിങ്ങൾ ജീവനേക്കാൾ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ആരും വിശ്വാസിയാവുകയില്ല. നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പറയാ, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല ഏതുവരെ എന്നറിയുമോ? സ്വന്തം പിതാവിനേക്കാളും സന്താനത്തെക്കാളും ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെക്കാളും എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങളിൽ ഒരാളും വിശ്വാസിയാകുകയില്ല. ഇത് പ്രവാചകനെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞതല്ല. പ്രവാചകൻ നമ്മളോട് പറയാം, നമ്മുടെ പിതാവിനേക്കാളും മക്കളെക്കാളും ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെക്കാളും നിങ്ങൾ ആരെ സ്നേഹിക്കണം? പ്രവാചകനെ സ്നേഹിക്കണം. നമ്മളെ കുറിച്ച് ആളുകൾ പറയും പ്രവാചകനെ സ്നേഹിക്കുന്നില്ല, പ്രവാചകനോട് ഇഷ്ടമില്ല. എന്നാൽ നമ്മുടെ ഈമാൻ പൂർണ്ണമാകണമെങ്കിൽ ആ പ്രവാചക സ്നേഹം അനിവാര്യമാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله. നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ സഹോദരന്മാർ, നിങ്ങളുടെ ഭാര്യമാർ, നിങ്ങളുടെ ഭർത്താക്കന്മാർ, നിങ്ങളുടെ കുടുംബക്കാർ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കച്ചവടം, നിങ്ങൾ താമസിക്കുന്ന പാർപ്പിടം, ഇതിനേക്കാളൊക്കെ അല്ലാഹുവിനെയും റസൂലിനെയും നിങ്ങൾ ഇഷ്ടപ്പെടണേ. ഒന്നുമില്ല. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളെക്കാളും നിങ്ങൾ ഇഷ്ടപ്പെടേണ്ടത് അല്ലാഹുവിനെയും റസൂലിനെയുമാണ്. അവിടെ വേറൊരു പോയിന്റ് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടാന്ന് പറഞ്ഞാൽ എന്താ? ഖുർആനും സുന്നത്തും അംഗീകരിക്കുക. അത് നമ്മൾ ഇന്ന് അംഗീകരിച്ചു. നമുക്ക് നാട്ടിൽ പ്രശ്നം ഉണ്ടായി, മഹല്ലിൽ നാടിനെ ഓടിച്ചു.
പ്രവാചകന്മാർ അനുഭവിച്ച പോലെ പ്രയാസങ്ങൾ നമ്മൾ ഇന്ന് അനുഭവിക്കുന്നില്ല. ഇനി അത്തരത്തിലുള്ള ഒരു പ്രശ്നം മുസ്ലിമായതിന്റെ പേരിൽ, മുഅ്മിനായതിന്റെ പേരിൽ, ഖുർആനും സുന്നത്തും അനുസരിച്ചതിന്റെ പേരിൽ നമ്മുടെ ജില്ലയിൽ നിന്ന്, സ്റ്റേറ്റിൽ നിന്ന്, രാജ്യത്തിൽ നിന്ന് നമുക്ക് പ്രശ്നം ഉണ്ടായാൽ അവിടെ ഇസ്തിഖാമത്തോടു കൂടി അടിയുറച്ചു നിൽക്കണം. അവിടെ നമുക്ക് പ്രിയപ്പെട്ടവർ അല്ലാഹുവും റസൂലുമാണ്. ഇതെല്ലാം ത്യജിക്കാൻ തയ്യാറാവണം. അതാണ് ഇസ്തിഖാമത്ത്. അതുപോലെ തന്നെ ثلاث من كن فيه وجد علاوة الإيمان أن يكون الله ورسوله أحب إليه مما سواهما. മൂന്ന് കാര്യങ്ങൾ ഒരുവനിൽ ഉണ്ടായാൽ അവൻ ഇസ്ലാമിന്റെ ഈമാനിന്റെ മാധുര്യം അനുഭവിച്ച വ്യക്തിയാണ്. അതിലൊരു കാര്യമായി പഠിപ്പിക്കുന്നത് മറ്റെന്തിനേക്കാളും അല്ലാഹുവും റസൂലും അവന് പ്രിയപ്പെട്ടവരാകണം. ഈമാനിന്റെ മാധുര്യം അനുഭവിച്ച ആളുകൾ പ്രത്യേകത എന്താണെന്നറിയോ? അല്ലാഹുവും അവന്റെ റസൂലും അവന് ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട് പറയാണില്ലേ, അൻത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ ഇല്ലാ മിൻ നഫ്സി. എൻ്റെ നഫ്സ് കഴിഞ്ഞാൽ റസൂലേ ലോകത്തെ ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് താങ്കളെയാണ്. فقال النبي صلى الله عليه وسلم പ്രവാചകൻ പറഞ്ഞു, ലാ വല്ലദി നഫ്സി ബിയദിഹി ഹത്താ അകൂന ഇലൈക മിൻ നഫ്സിക്. നിന്നെ കഴിഞ്ഞിട്ടല്ല, നിന്റെ മുന്നേ നീ എന്നെ സ്നേഹിക്കണം, നിന്നേക്കാൾ നീ എന്നെ സ്നേഹിക്കണം. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് മാറ്റി പറഞ്ഞു, റസൂലെ ഞാൻ അങ്ങനെ ചെയ്തോളാം, ഏറ്റവും കൂടുതൽ താങ്കളെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. പ്രവാചകൻ പറഞ്ഞു, അൽ ആൻ യാ ഉമർ, ഇപ്പോഴാണ് ഉമർ നിന്റെ ഈമാൻ പൂർണ്ണമായത്. ഇപ്പൊ നമ്മളെക്കാൾ നമ്മുടെ വ്യക്തിത്വത്തെ നമ്മൾ എത്ര സ്നേഹിക്കുന്നുണ്ട്, അതിനേക്കാൾ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കണം. പ്രവാചകനോടുള്ള സ്നേഹം എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കപ്പെട്ടപ്പോ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞതെന്നറിയോ? കാന വല്ലാഹി അഹബ്ബു ഇലൈനാ മിൻ അംവാലിനാ വഔലാദിനാ വആബാഇനാ വഉമ്മആതിനാ. പ്രവാചകന് ഞങ്ങളോടുള്ള സ്നേഹം ഞങ്ങളുടെ സമ്പത്തിനേക്കാൾ കൂടുതലുണ്ട്, ഞങ്ങളുടെ മക്കളെക്കാൾ കൂടുതലുണ്ട്, ഞങ്ങളുടെ മാതാപിതാക്കളെക്കാൾ കൂടുതലുണ്ട്. അവസാനം പറയാണ്, ദാഹിക്കുന്ന സമയത്ത് നമുക്ക് തണുത്ത വെള്ളം കിട്ടൂലേ? അപ്പൊ നമ്മുടെ ആഗ്രഹം എന്തായിരിക്കും? ആ വെള്ളം എടുത്ത് കുടിച്ചാൽ മതി. അതിനേക്കാൾ പ്രിയപ്പെട്ടവനാണ്, ആ ദാഹത്തേക്കാൾ പ്രിയപ്പെട്ടവനാണ് ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂൽ. അതാര് പറഞ്ഞു? അലി റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ആ പ്രവാചകനെ നമ്മൾ സ്നേഹിക്കണം. സ്നേഹിക്കണ്ട എന്ന് ആരും പറഞ്ഞിട്ടില്ല. ആ പ്രവാചകനെ സ്വഹാബത്ത് രണ്ട് രൂപത്തിലാണ് സ്നേഹിച്ചത്. ഒന്ന്, പ്രവാചകന്റെ സുന്നത്ത്, പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങൾ ഇത്തിബാ ചെയ്തു. രണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പല രൂപത്തിലും, പ്രത്യേകിച്ച് യുദ്ധവേളകളിലൊക്കെ സംരക്ഷിച്ചുകൊണ്ട് സ്വന്തം ശരീരം നൽകിക്കൊണ്ട് പ്രവാചകനെ സ്നേഹിച്ചു. അത് നമുക്ക് ഇന്ന് സാധ്യമല്ല, കാരണം പ്രവാചകൻ മരണപ്പെട്ടു പോയി. നമ്മൾ പ്രവാചകനെ സ്നേഹിക്കേണ്ട ഏത് രൂപത്തിലാണെന്നറിയോ? പ്രവാചകൻ 5 നേരം നമസ്കാരം പഠിപ്പിച്ചിട്ടുണ്ട്, നോമ്പ് പഠിപ്പിച്ചിട്ടുണ്ട്, ഹജ്ജ്, ഉംറ, അതുപോലെ തന്നെ ഖുർആൻ പാരായണം, ഒരുപാട് അമലുകൾ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. വുളു എടുക്കാൻ, അതുപോലെ തന്നെ സുന്നത്തായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, നമ്മള് ഒരുപാട് പ്രാർത്ഥനകൾ, കിടക്കുമ്പോ, എണീക്കുമ്പോ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ, വീട്ടിൽ പ്രവേശിക്കുമ്പോ, അതുപോലെ തന്നെ നമ്മൾ താടി വെച്ചാൽ, മീശ വെട്ടിയാൽ, നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിച്ചാൽ, വൃത്തിയായി നടന്നാൽ, പല്ല് തേച്ചാൽ, എന്താണോ റസൂലിന്റെ ജീവിതത്തിൽ പ്രവാചകൻ ചെറിയ കാര്യങ്ങൾ പോലും സുന്നത്തായി പഠിപ്പിച്ചത്, അത് ഇത്തിബാ ചെയ്യുന്നവനാണ് പ്രവാചകനെ സ്നേഹിക്കുന്നവൻ. അതല്ലാതെ വർഷത്തിൽ ഒരു മാസം മാത്രം പ്രവാചകനെ സ്നേഹിക്കുന്നത് പ്രവാചക സ്നേഹമല്ല. അത് പ്രവാചകനോടുള്ള കളങ്കമുള്ള സ്നേഹമാണ്, യഥാർത്ഥ സ്നേഹമല്ല. നോക്കൂ, സഹാബത്ത് പ്രവാചകനെ സംരക്ഷിച്ചുകൊണ്ട് എങ്ങനെ സ്നേഹിച്ചതെന്നറിയോ? ഖുബൈബ് റളിയല്ലാഹു അൻഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിച്ചതിന്റെ പേരിൽ കഴുമരത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അവസാനമായി എന്ത് ചെയ്യണം? 2 റക്അത്ത് നമസ്കരിക്കണം. നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ മുഹമ്മദിനെ തള്ളി പറഞ്ഞാൽ, നിന്റെ നാവ് കൊണ്ട് എതിർത്താൽ ഞങ്ങൾ നിന്നെ കൊല്ലൂല ഖുബൈബേ.
അപ്പൊ ഖുബൈബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഖാല വല്ലാഹി മാ ഉഹിബ്ബു അന്ന മുഹമ്മദൻ അൽആൻ ഫീ മകാനി അല്ലദി ഹുവ ഫീഹി തുസീബു ശൗകതൻ തുദീ. പ്രവാചകന്റെ കാലിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഈ ശിക്ഷ ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ്. കഴുമരത്തിൽ ഏറ്റപ്പെട്ടു മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു. പ്രവാചകനോടുള്ള സ്നേഹം അങ്ങനെ അവർ കാണിച്ചിരുന്നത്. ഒരു പക്ഷെ ആള് പറയാണ്, ഞാൻ പ്രവാചകനെ തള്ളി പറഞ്ഞോളാം, ഞാൻ രക്ഷപ്പെടുമല്ലോ. അവിടെ മരണം മുന്നില. പ്രവാചകനെ തള്ളി പറഞ്ഞില്ല. പ്രവാചകന്റെ കാലിൽ ഒരു ചെറിയ മുള്ള് തറക്കുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഖുബൈബ് ശത്രുക്കളോട് പറയാം. അതുപോലെ തന്നെ തുൽഹത്ത് ഇബ്നു ഉബൈദില്ല, നമ്മൾ മനസ്സിലാക്കണം, ഉഹദ് യുദ്ധത്തിൽ റസൂലിനെ സംരക്ഷിക്കാൻ 70-ൽ പരം വെട്ടും കുത്തും സ്വയം ഏറ്റുവാങ്ങിയ സഹാബി. പ്രവാചകന് നേരെ വരുന്ന അമ്പുകൾക്ക് വിരിമാറ് കാട്ടിക്കൊടുത്തു. ഹദീസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, മുള്ളംപന്നിയെ പോലെ യുദ്ധഭൂമിയിലേക്ക് വീണു. അത്രയും അമ്പ് തുളച്ചു കയറിയ ശരീരം. പ്രവാചകന്റെ ശരീരത്തിലേക്ക് വരുന്ന അമ്പുണ്ടല്ലോ, നെഞ്ചുകാട്ടി, തലകാട്ടി, കാലുകാട്ടി, കൈകാട്ടി, ശരീരം മുഴുവനായി ഏറ്റുവാങ്ങി സഹാബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മൻ സറഉ അൻ യൻദുറ ഇലാ ഷഹീദിൻ യംശി അലാ വജ്ഹിൽ അർദ് ഫൽയൻദുർ ഇലാ തുൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ്. ഭൂമിയിലൂടെ നടക്കുന്ന രക്തസാക്ഷിയെ കാണാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തുൽഹയിലേക്ക് നോക്കട്ടെ. അങ്ങനെ പ്രവാചകനെ സ്നേഹിച്ച സ്വഹാബത്താണ്. അതുപോലെ തന്നെ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു റസൂലിന്റെ മുഖത്ത് തറച്ച ആണി കടിച്ചു പറിച്ചതിനാൽ മരണം വരെ മുൻപല്ലുകൾ നഷ്ടപ്പെട്ടുകൊണ്ടവനായി അദ്ദേഹം ജീവിക്കേണ്ടി വന്നു. അത്ര പ്രയാസങ്ങൾ അവർ സഹിച്ചിട്ടുണ്ട്. എന്താ, റസൂലിനെ സ്വന്തം ജീവനേക്കാൾ അവർ ഇഷ്ടപ്പെട്ടു. നമ്മളും അങ്ങനെ തന്നെയാ, റസൂലിനെ സ്വന്തം ജീവനേക്കാൾ നമ്മൾ ഇഷ്ടപ്പെടണം. അത് പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയാ. പ്രവാചകൻ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ചെയ്താലോ അതിന് ശിക്ഷയുണ്ട്. യമാമയുടെ അധിപനായ സുമാമ, നമ്മൾ മനസ്സിലാക്കണം ഈ ചരിത്രം. യമാമയുടെ അധിപനായ സുമാമയെ സഹാബത്ത് കൊണ്ടുവന്ന് പള്ളിയിൽ തടവിലാക്കി. 3 ദിവസം കെട്ടിയിട്ടു, ഭക്ഷണമൊക്കെ കൊടുത്തിട്ടുണ്ട്. 3 ദിവസം കഴിഞ്ഞ് കെട്ടഴിക്കാൻ റസൂൽ പറഞ്ഞു. കെട്ടഴിച്ചു. അദ്ദേഹം കുളിച്ച് റസൂലിന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് സഹോദരങ്ങൾ, അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ആ പ്രവാചകനെ മനസ്സിലാക്കാൻ യമാമയുടെ അധിപനായ സുമാമയുടെ വാക്കുകൾ മാത്രം മതി. അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്ന കാര്യങ്ങൾ എന്തെന്നറിയുമോ? യാ മുഹമ്മദ് വല്ലാഹി മാ കാന അലൽ അർളി വജ്ഹൻ അബ്ഗള ഇലയ്യ മിൻ വജ്ഹിക ഫഖദ് അസ്ബഹ വജ്ഹക അഹബ്ബുൽ വുജൂഹി ഇലയ്യ. എനിക്ക് താങ്കളുടെ മുഖമായിരുന്നു ഏറ്റവും വെറുപ്പ് കാണാൻ. എനിക്ക് ഏറ്റവും വെറുപ്പ് കാണാൻ താങ്കളുടെ മുഖമായിരുന്നു. എന്നാൽ എനിക്ക് ഇനി ലോകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട മുഖമെന്ന് പറയുന്നത് താങ്കളുടെ മുഖമാണ് റസൂലേ. പ്രവാചകനെ എതിർത്ത സഹാബിയാണ്. പ്രവാചകനെതിരെ അക്രമങ്ങൾ നടത്തിയ ആളാണ്. രണ്ടാമതായി ആ മനുഷ്യൻ പറയുന്നുണ്ട്, വല്ലാഹി മാ കാന മിൻ ദീനിൻ അബ്ഗള ഇലയ്യ മിൻ ദീനിക ഫഅസ്ബഹ ദീനുക അഹബ്ബുദ്ദീന ഇലയ്യ. എനിക്ക് ലോകത്ത് ഏറ്റവും വെറുപ്പുള്ള മതം അത് ഇസ്ലാം മതമായിരുന്നു. ഇന്നത്തോടുകൂടി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മതം അത് ഇസ്ലാം എന്ന് പറയുന്ന മതമാണ്. മൂന്നാമതായി റസൂലിനോട് ആ സഹാബി പറയുന്നു, വല്ലാഹി മാ കാന മിൻ ബലദിൻ അബ്ഗള ഇലയ്യ മിൻ ബലദിക ഫഅസ്ബഹ ബലദുക അഹബ്ബുൽ ബിലാദി ഇലയ്യ. മുസ്ലിമായിട്ടോ, മുസ്ലിമാകുന്നതിന് സമയത്ത് കുളി കഴിഞ്ഞ് ബന്ധനത്തിൽ നിന്ന് മോചിതനായി പ്രവാചകന്റെ സന്നിധിയിൽ നിന്ന് വന്ന് പറയാം. നേരത്തെ സഹാബി എന്ന് പറഞ്ഞു. മൂന്നാമതായി അദ്ദേഹം പറയാണ്, ഏറ്റവും വെറുപ്പുള്ള നാടെന്ന് പറയുന്നത് ഈ ബലദ് മക്കയായിരുന്നു, അതല്ലെങ്കിൽ ഈ നാട് മദീനയായിരുന്നു. ഏറ്റവും വെറുപ്പ്. പക്ഷേ ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ നാടിനോടാണ്.
ഈ ഒരു സംഭവത്തിൽ നിന്ന് ആ പ്രവാചകന്റെ ക്വാളിറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ലോകത്ത് ആ മനുഷ്യൻ ഏറ്റവും വെറുപ്പുള്ള മുഖം താങ്കളുടേതായിരുന്നുവെങ്കിൽ ഇന്ന് മുതൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മുഖം താങ്കളുടേതാണ്. ഏറ്റവും വെറുപ്പുള്ള മതം ഇസ്ലാമായിരുന്നുവെങ്കിൽ ഇന്ന് മുതൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മതം അത് ഇസ്ലാമാണ്. ഏറ്റവും വെറുപ്പുള്ള നാട് ഇതായിരുന്നുവെങ്കിൽ ഇന്ന് മുതൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നാട് ഇതാണ്. ഇസ്ലാം സ്വീകരിച്ചു. അതാണ് ആ പ്രവാചകന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ആ പ്രവാചകനിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. നിങ്ങളൊരു ഭർത്താവാണോ? ആ പ്രവാചകനിൽ മാതൃകയുണ്ട്. നിങ്ങളൊരു കുട്ടിയാണോ? പ്രവാചകൻ എന്ന ചെറുപ്പത്തിൽ അൽ അമീൻ എന്ന സ്ഥാനപ്പേര് കിട്ടിയ പ്രവാചകനിൽ മാതൃകയുണ്ട്. യുവാവാണോ? ആ പ്രവാചകനിൽ മാതൃകയുണ്ട്. അധ്യാപകനാണോ? ആ പ്രവാചകനിൽ മാതൃകയുണ്ട്. ഒരു സമൂഹത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ആളാണോ? ആ പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവനേക്കാൾ, നമ്മുടെ സന്താനങ്ങളെക്കാൾ, മാതാപിതാക്കളെക്കാൾ, കുടുംബങ്ങളെക്കാൾ, സമ്പത്തിനേക്കാൾ, പാർപ്പിടത്തെക്കാൾ, ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങളെക്കാളും നമ്മൾ ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത്, മുൻഗണന കൊടുക്കേണ്ടത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ പ്രവാചകനെ സ്വഹാബത്ത് സ്നേഹിച്ചിരുന്നു. രണ്ട് രൂപത്തിൽ. ഒന്ന് ജീവിതം നൽകിക്കൊണ്ട്, രണ്ട് പ്രവാചകന്റെ സുന്നത്ത് ഇത്തിബാ ചെയ്തുകൊണ്ട്. അത് മാത്രമേ നമുക്കൊന്ന് കഴിയുള്ളൂ. അത് നമ്മൾ ചെയ്യുന്നുണ്ടോ? അത് നമ്മൾ മനസ്സിലാക്കുക, ആരെയും ബോധ്യപ്പെടുത്താനല്ല. ഞാൻ പ്രവാചകനെ സ്നേഹിക്കുന്നവനാ. ആ പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നുണ്ടെങ്കിൽ നമ്മളാണ് യഥാർത്ഥത്തിൽ പ്രവാചകനെ സ്നേഹിക്കുന്നവൻ. ആ രൂപത്തിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെ സ്നേഹിക്കണമെന്നും സ്വഹാബത്ത് എങ്ങനെയാണ് സ്നേഹിച്ചത് എന്നും വളരെ വിശദമായിട്ട് നമ്മൾ മനസ്സിലാക്കി. ഒരുപാട് ചരിത്രങ്ങളുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. എന്നാൽ സഹോദരങ്ങളെ, വളരെ സങ്കടം തോന്നുന്ന ചില കാര്യങ്ങളാണ്. ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആളുകൾ തന്നെ ചില കാര്യങ്ങൾ ചെയ്ത് അമലൊക്കെ ബാത്തിലാക്കി കളയുന്ന അവസ്ഥ. ഈ ഒരു മാസം കടന്നു വരുമ്പോ അറിഞ്ഞുകൊണ്ടും അറിയാതെയും ചെയ്യുന്ന ആളുകളുണ്ട് കേട്ടോ. പ്രവാചകൻ പഠിപ്പിക്കാത്ത പ്രത്യേക രൂപത്തിലുള്ള ശിർക്കൻ വരികളടങ്ങുന്ന മാല മൗലിദുകൾ റബീഉൽ അവ്വലിന്റെ ആദ്യ ദിവസം മുതൽ പാരായണം ചെയ്യുന്നു. ശിർക്കൻ വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുന്നു. പ്രവാചകൻ പഠിപ്പിക്കാത്ത ബിദ്അത്ത് ചെയ്യുന്നു. ഇതിലൂടെയൊക്കെ എന്താ വിചാരിക്കുന്നത്? നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ബാത്തിലാകും. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായി നിലപാടെടുക്കാൻ അവർക്ക് കഴിയൂല. അവരെന്താ ചെയ്തത് അത് ചെയ്യാം. അത് അത്തരത്തിലുള്ള ആളുകളെ പറ്റി ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയോ? ലാ തകൂനു ഇമ്മാ, നിങ്ങൾ ഒപ്പം കൂടികളാകരുത്. ഫഇന്ന അഹ്സനൻ നാസ് അൻ തുഹ്സിനു, ഓ നന്മ ചെയ്യണം, ഞാനും നന്മ ചെയ്യാം. ഫഇന്ന അസ്സഅൻ നാസ് അസ്സഉ, ജനങ്ങൾ തിന്മ ചെയ്യണം, ഓനും തിന്മ ചെയ്യാം. അപ്പൊ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് സത്യം മനസ്സിലാക്കാൻ എത്രയോ മാർഗങ്ങളുണ്ട്. ഖുർആൻ, അതിന്റെ മലയാള വിശദീകരണം, മലയാളത്തിലുള്ള തഫ്സീർ, ഹദീസുകൾ, അത് മലയാളത്തിലൊക്കെ ലഭ്യമാണ്. ഒരുപാട് ക്ലാസ്സുകൾ. എന്നാൽ ഇത്തരം സാധ്യതകളൊക്കെ മുന്നിലുണ്ടായിട്ട് അതൊന്നും പഠിക്കാനൊന്നും തയ്യാറാകാതെ ബാപ്പക്കാരണന്മാർ എന്തൊക്കെയാണോ ചെയ്തു പോന്നിരുന്നത് അത് മാത്രം ചെയ്യുന്ന ഒരു അവസ്ഥ. റബ്ബിന്റെ ഹിദായത്ത് റബ്ബ് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് മാത്രമേ കൊടുക്കുള്ളൂ. ചില പ്രവാചകന്മാരുടെ നമ്മൾ പറഞ്ഞു, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പിതാവ്, നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യ, മകൻ, പ്രവാചകന്മാരുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾക്ക് പോലും അല്ലാഹു നൽകാത്ത ഒന്ന റബ്ബ് നമുക്ക് നൽകിയിട്ടുള്ളത്. അത് കിട്ടാത്ത ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹുമ്മ ഹ്ദി, നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. അല്ലാഹു അവർക്ക് ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ. അതിൽ ചെയ്യുന്നത് സഹോദരങ്ങളെ,
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസത്തിൽ തർക്ക വ്യത്യാസമുണ്ട്. പക്ഷെ മരണപ്പെട്ടത് റബീഉൽ അവ്വൽ 12-നാണെന്ന് സംശയമില്ല. നമ്മുടെ ബാപ്പ, ഉമ്മ, പ്രിയപ്പെട്ടവർ മരണപ്പെട്ട ദിവസം, അത് കഴിഞ്ഞ് 2 അടുത്ത വർഷങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ആ ദിവസം ആരെങ്കിലും ബിരിയാണി വെച്ച് പായസം വിളമ്പി ആഘോഷിക്കോ? ആരെങ്കിലും ബുദ്ധിയുള്ള ആളുകൾ ആഘോഷിക്കോ? ഇല്ല. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണ ദിവസമാണ് ഈ സമൂഹം ആഘോഷിക്കുന്നത്. പ്രവാചകന്റെ ജന്മദിനം 40-ാം വയസ്സിൽ നുബൂവത്ത് ലഭിക്കുകയും 63-ാമത്തെ വയസ്സിൽ ഇഹലോകവാസം വെടിയുകയും ചെയ്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നുബൂവത്തിന്റെ 23 വർഷക്കാലത്തിനുള്ളിൽ ഒരിക്കൽ പോലും ചെയ്യാൻ പ്രേരിപ്പിച്ചിട്ടില്ല. ഇസ്ലാമിന്റെ സുന്ദരമായ ഭരണം 30 വർഷക്കാലം 4 ഖലീഫമാരിലൂടെ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും അവരിലൂടെ മാറി മാറി വന്ന ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചാൽ അവിടെ ഒന്നും കാണാൻ പറ്റൂല. പിൽക്കാലത്ത് വിജ്ഞാന വിസ്ഫോടനം നടത്തിയ മദ്ഹബിന്റെ 4 ഇമാമുമാർ, ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക് ഇബ്നു അനസ്, ഇമാം ഷാഫിഈ, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ, അവരാരും പഠിപ്പിച്ചിട്ടില്ല. പ്രവാചകന്റെ ഭാര്യമാർ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. പിന്നെ ഇവിടെ തെളിവ്? ഒരു തെളിവില്ല. കാണാം, അസ്ലു അമലുൽ മൗലൂദി ബിദ്അത്തുൻ, പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുന്നത് ബിദ്അത്താണ്. ലം തൻതഖിൽ അൻ അഹദിൻ മിനസ് സലഫിസ് സാലിഹി മിനൽ ഖുറൂനി സലാസ, 3 നൂറ്റാണ്ടുകളിൽ 300 വർഷത്തിൽ തെളിവില്ലാത്ത കാര്യം. അത് പ്രവാചകൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഖൈറുൻ നാസി ഖർനി സുമ്മൽ ലദീന യലൂനഹും സുമ്മൽ ലദീന യലൂനഹും, ഏറ്റവും നല്ല നൂറ്റാണ്ട് എന്ന് പറയുന്നത് സഹാബത്ത്, താബിഈ, തബഉ താബിഈ. ഈ 300 വർഷത്തിൽ നമുക്ക് എന്താണോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ആ 300-ന് ശേഷം വന്ന ഒന്നാണ് പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുക എന്ന് പറയുന്നത്. അതിനുശേഷം വന്നതൊന്നും നമുക്ക് തെളിവ് പിടിക്കാൻ പറ്റൂല. അതിന്റെ ഗൗരവം ഇൻഷാ അല്ലാഹ് അടുത്ത ഖുതുബയിൽ ബിദ്അത്ത് ചെയ്താലുള്ള ഗൗരവം, അവർക്കുള്ള ശിക്ഷ എന്താണ്, അതിന്റെ ഗൗരവം എന്നൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ സൂചിപ്പിക്കുന്നുണ്ട്. പ്രവാചകന്റെ വഫാത്തിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഓരോ മുസ്ലിമും, ഓരോ മുഅ്മിനും അത് കേൾക്കുമ്പോൾ കരഞ്ഞു പോകുന്ന നിമിഷമായിരിക്കും. അതാ ഇന്ന് ഇവിടെ ആഘോഷിക്കുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടില്ലേ, മാ തറക്തു മിൻ ഷൈഇൻ യുഖർരിബുകും മിനൽ ജന്ന വയുബാഇദുകും അനിൻ നാർ, സ്വർഗ്ഗത്തിലേക്ക് അടുപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് നിങ്ങൾ അകറ്റുന്നതുമായ എല്ലാ കാര്യങ്ങളും ഞാൻ പറയാതെ വിട്ടേച്ചു പോയിട്ടില്ല. എല്ലതും നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു, അല്ലാഹുവിന്റെ റസൂൽ കൊണ്ടുവന്നതിനെ നിങ്ങൾ സ്വീകരിക്കുക. വമാ നഹാകും അൻ ഉഫൻതഹു, വിരോധിച്ചതിനെ ഒഴിവാക്കുക. അത് നമുക്ക് ചെയ്യാനുള്ളൂ. ആ ബിദ്അത്തിന്റെ ഗൗരവമൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത ഖുതുബയിൽ വിശദമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. അപ്പോ പ്രവാചകനെ നമ്മൾ സ്നേഹിക്കുക. ആ പ്രവാചകനെ സ്നേഹിക്കാത്ത കൂട്ടരല്ല നമ്മൾ. പ്രവാചകനെ സ്നേഹിക്കാത്തവൻ മുഅ്മിനല്ല, വിശ്വാസിയല്ല. പ്രവാചകനെ ജീവനേക്കാൾ നമ്മൾ സ്നേഹിക്കണം. അത് പ്രവാചകന്റെ സുന്നത്തിനെ ഇത്തിബാ ചെയ്തുകൊണ്ടായിരിക്കണം. അതല്ലാതെ വർഷത്തിൽ കേവലം ഒരു മാസം മാത്രം മൗലീദ് പാരായണം ചെയ്ത്, അതുപോലെ തന്നെ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിച്ച് ഒരുപാട് ബിദ്അത്തുകളും അതുപോലെ തന്നെ ശിർക്കൊക്കെ ചെയ്തുകൊണ്ടല്ല പ്രവാചകനെ സ്നേഹിക്കേണ്ടത് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക, മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക. പ്രവാചകനെ സ്വന്തം ജീവനേക്കാൾ സ്നേഹിക്കുകയും അതുപോലെ തന്നെ നാളെ സ്വർഗം കരസ്ഥമാക്കുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ നാട്ടുകാരായിക്കൊണ്ട് ചുറ്റുപാടിലൊക്കെ ഒരുപാട് പേര് ഹിദായത്ത് ലഭിക്കാത്ത ആളുകളുണ്ട്. അല്ലാഹു അവർക്ക് ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു നമുക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. റബ്ബിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് നാം നിർവഹിക്കുന്ന എല്ലാ അമലുകളും അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഖബർ ശിക്ഷയിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. തഖ്വയിൽ അധിഷ്ഠിതമായ തൗഹീദിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരുപാട് പേര് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്. അല്ലാഹു അവർക്ക് പരിപൂർണ ശമനം നൽകുമാറാകട്ടെ. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അല്ലാഹു അവരുടെ കടം ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയ ആളുകളുണ്ട്. അല്ലാഹു അവർക്ക്
റഹ്മത്തും മഗ്ഫിറത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم ادخلنا الجنة. اللهم اجرنا وأجر والدينا من النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.